തൻ്റെ കുഞ്ഞിന് കിട്ടിയ ഒരു അത്ഭുത സൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്താനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവസാനം ഡോക്ടർ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഇത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. നിങ്ങൾ ഇത്രയും പീസ്ഫുള്ളായിട്ട് ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഉറങ്ങി കാണുന്നത്. ബ്രദറെ, ഷിജു ബ്രദറും ഫാമിലിയും തൻ്റെ കുഞ്ഞിന് കിട്ടിയ ഒരു അത്ഭുത സൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്താനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഏതാണ്ട് ഒരു മാസമായിട്ട്, മോൻ്റെ പേര് ജതൻ തോമസ് എന്നാണ്, ഒരു മാസമായിട്ട് ഈ കുഞ്ഞ് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റാണ്. കലശലായ പനിയാണ്. ഒരു കാരണവശാലും ഈ പനി കുറയത്തില്ല. അപ്പോൾ ഇവർ വളരെയധികം പാടുപെട്ട് വിഷമിച്ചു. അവസാനം ഡോക്ടർ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഇത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു രോഗമാണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രത്യേകത, ഈ കൊളി ബാക്ടീരിയ ഈ കുഞ്ഞിൻ്റെ യൂറിനറി ഫങ്ഷനിൽ പ്രവർത്തിക്കുന്നു. അതായത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും 1% മൂത്രം ഈ യൂറിൻ ഇതിനകത്ത് കെട്ടിക്കിടക്കും. അതാണ് പ്രശ്നം. അപ്പം അതിങ്ങനെ വന്നതാണ് ഇത്രയും സീരിയസ് ആയത്. ഒരു മാസം കിടന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ വളരെ വിഷമിച്ച് ബ്രദറിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ബ്രദർ യാത്രയിലായിരുന്നു. അപ്പം ബ്രദർ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് മാത്രമല്ല അസുഖം, കുഞ്ഞിന് ഈ യൂറിൻ ഇൻഫെക്ഷൻ, അത് ബ്രദറിനോട് പറഞ്ഞില്ല ഇവർ ഇന്നതാണ്, പനിയാണെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ബ്രദർ പറഞ്ഞു അവന് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൂടാതെ അവന് ബ്ലഡ് ഇൻഫെക്ഷനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ടെസ്റ്റൊന്നും ചെയ്തില്ല. ഈ യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളത് ബ്രദറിന്, ഇവർക്ക് അപ്പനും അമ്മയ്ക്കും അല്ലാതെ ആർക്കും അറിയത്തില്ല. ഇവർക്ക് അതങ്ങ് അത്ഭുതമായിപ്പോയി. ഇതെങ്ങനെ ബ്രദർ ഞങ്ങൾ അങ്ങോട്ട് പറയാതെ അറിഞ്ഞു? രണ്ടാമതായിട്ട് ബ്ലഡിലെ ഇൻഫെക്ഷനും ഇവർക്ക് പോലും മനസ്സിലായില്ല. പിറ്റേ ദിവസം ബ്ലഡ് നോക്കിയപ്പോഴാണ് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് ഡോക്ടർ പറയുന്നത്. ഇത് രണ്ടുമാണ് ഇവരെ അത്ഭുതപ്പെടുത്തിയത്. ആ സമയത്ത് ബ്രദർ പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒരു മാസമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് ഇപ്പം ശമനം ഉണ്ടാകാൻ പോവുക, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ബ്രദർ തിരക്കിനിടയിലും പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇവർ പറയുന്നത് പിറ്റേ ദിവസം തന്നെ ആ കുഞ്ഞിനെ ഒരു മാസമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെടുത്തു നിന്ന് പുറത്തു വരുവാൻ ദൈവം കർത്താവ് സഹായിച്ചു എന്നാണ് ഈ അപ്പനും അമ്മയും സാക്ഷ്യപ്പെടുത്തുന്നത്. ആമേൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ശനിയാഴ്ച എന്നെ വിളിച്ചത്. ഞാൻ ശനിയാഴ്ച ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക്, ദുബായിൽ നിന്ന് വന്നിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വെള്ളിയാഴ്ച തന്നെ ദുബായിലേക്ക് ഒരു വാട്സപ്പ് അയച്ചായിരുന്നു, ബ്രദറെ കുഞ്ഞിന് വയ്യ, ഭയങ്കര പനിയാണ്, അതുകൊണ്ട് പോകുന്ന വഴിക്ക് ബ്രദർ കയറി പ്രാർത്ഥിക്കണം. സത്യത്തിൽ ഈ ശനിയാഴ്ച ഞാൻ പോകുമ്പോൾ എൻ്റെ തൊണ്ട അനക്കാൻ വയ്യ, എനിക്ക് സംസാരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഫോണിൽ വിളിച്ചതെന്നാണ് പറഞ്ഞത്. ഫോണിൽ വിളിച്ച ഞാൻ ഫോണിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് തോന്നുന്നു കർത്താവിനോട് പറഞ്ഞു ഇൻഫെക്ഷൻ ഉണ്ട് ആ ശരീരത്തിൽ. ആ ബ്രദർ പറഞ്ഞു കുഞ്ഞിന് നെർവ് സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്, അതവൻ്റെ മൂത്രം ഒഴിക്കുന്ന ഭാഗത്താണ്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഞങ്ങൾ പാരൻസിനോടും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അപ്പം വിശ്വസിച്ച് കർത്താവ് കണ്ടല്ലോ, അപ്പം എൻ്റെ കുഞ്ഞ് അപ്പം തന്നെ സുഖമായി. പിന്നെ രണ്ടാമത് പറഞ്ഞു ഇവന് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന്. അപ്പം ഇവൻ്റെ റിപ്പോർട്ട് വന്നില്ല. അപ്പം സാറ്റർഡേ കർത്താവ് ഡയഗ്നോസ് ചെയ്തു. പക്ഷേ സൺഡേ ആണ് ഡോക്ടേഴ്സ് പറഞ്ഞത് കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടെന്ന്. പക്ഷേ രണ്ടും പിന്നെ കുഞ്ഞ് നേരത്തെ മൂത്രം ഒഴിക്കുമ്പം പെൺകുട്ടികൾ ഒഴിക്കുന്ന പോലെ പൊക്കോണ്ടിരുന്നത് തെറിച്ച് പോകത്തില്ലായിരുന്നു. ആ പ്രയറിന് ശേഷം അവൻ ഫോഴ്സായിട്ട് മൂത്രമൊഴിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, പണ്ട് അവൻ എപ്പോഴും മൂത്രമൊഴിക്കുമായിരുന്നു. ഞങ്ങൾ എപ്പോഴും അവൻ്റെ പാൻറ്റീസ് മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയില്ല. 2 മണിക്കൂർ സാധാരണ നോർമൽ ഒരു ചൈൽഡ് പോലെ അവൻ യൂറിൻ വോയിഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ ഈ മോന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ അവൻ്റെ മൂത്രം ഒഴിക്കുന്ന ഭാഗമാക്കണ്ടേ, എന്നോട് കർത്താവ് അവിടെ എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരിക്കുക. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു ഓപ്പറേഷൻ ഇല്ല, കുഞ്ഞ് സൗഖ്യമാവുക. ഞാൻ അവരുടെ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, കുഞ്ഞ് സൗഖ്യമാവുക. തിങ്കളാഴ്ച എന്നെ വിളിച്ച് പറഞ്ഞു തോന്നുന്നല്ലേ, ഞായറാഴ്ച വൈകിട്ട് കുഞ്ഞും 15 ദിവസങ്ങൾക്ക് ശേഷം ഉറങ്ങിയത്. ഞങ്ങൾ 4 പേര് ഉറങ്ങിയിട്ട് രാവിലെ ഈ മോനെ സ്കൂളിൽ വിട്ടില്ല. സിസ്റ്റേഴ്സ് ഞങ്ങളെ വിളിച്ചില്ല, കാരണം അവർ കാണുന്നുണ്ട് 15 ദിവസം കൊണ്ട് ഞങ്ങൾ സഫർ ചെയ്യുന്നത്. അപ്പം പറഞ്ഞു നിങ്ങൾ ഇത്രയും പീസ്ഫുള്ളായിട്ട് ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഉറങ്ങി കാണുന്നതെന്ന്. കർത്താവ് ഞങ്ങൾക്ക് ഉറക്കം തന്നത് ആ 15 ദിവസത്തിന് ശേഷം. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. വണ്ടർഫുൾ. അവർ ഗാഡ് ഈസ് എ ഗ്രേറ്റ് ഗാഡ്. എനിക്ക് ഇവരുടെ വിശ്വാസമാണ് സന്തോഷം തോന്നിയത്. എന്നാണെന്നറിയോ, എന്നോട് പറഞ്ഞു ബ്രദറെ, ബ്രദർ പോകുന്ന വഴിക്ക് വെഞ്ഞാറമൂട് ഹോസ്പിറ്റലിൽ നിന്ന് റോഡിൽ ഇറങ്ങി വന്ന് നിൽക്കാൻ ബ്രദർ വന്ന് പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് ഇവരെ ഒത്തിരി ഇഷ്ടമുള്ള കുടുംബമാണ്. റോഡിൽ ഇറങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിച്ചേനെ, എന്തിനാ റോഡിൽ ഇറങ്ങി വരുന്നത്, കൊച്ചുമായിട്ട് റോഡിൽ വരുന്ന കഷ്ടമല്ലേ. പക്ഷെ എൻ്റെ ഉള്ളിലൊരു പ്രേരണ ഉണ്ടായത് അങ്ങനെ ചെയ്യണ്ട, അങ്ങ് മാറുമെന്നൊരു ഉറപ്പ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കർത്താവ് അത് ചെയ്തതിനെ ഓർത്ത് സ്തോത്രം. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത്. ബ്ലസ് യു. ഒന്നുകൂടെ പറയാനുണ്ട്, ഇത് IV ആൻറ്റിബയോട്ടിക്സ് ഇട്ടാൽ മാത്രം സുഖമാവുന്നതാണ്.
പക്ഷേ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് 3 ദിവസം IV ക്യാനുല ഇടാൻ NICUവിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിലെ ഹോൾ ടീം, ഈവൻ അനസ്തെറ്റിസ്റ്റ് വരെ ട്രൈ ചെയ്തിട്ട് കുഞ്ഞിന് കിട്ടിയില്ല. പക്ഷേ കർത്താവിന് ആഗ്രഹം ഉണ്ടായിരുന്നു അവൻ്റെ ബോഡിയിൽ ഒരു ആൻറ്റിബയോട്ടിക്സ് ഇല്ലാതെ സുഖമാക്കണം. ആ പ്രാർത്ഥനയിലാണത് സുഖമായത്. ഡോക്ടേഴ്സ് പോലും പറഞ്ഞു ഈ കുട്ടി ഇത്ര പെട്ടെന്ന് എങ്ങനെ ബോഡി റെസ്പോണ്ട് ചെയ്തെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഇവൻ ഇച്ചിരി സീരിയസ് ആയിരുന്നെന്ന് ഡിസ്ചാർജ് ടൈമിന് ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ആന്റിബയോട്ടിക് ഇല്ലാതെ ഇൻഫെക്ഷൻ പോയി. Our God is a great God. ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ആന്റിബയോട്ടിക് ഇല്ലാതെ ഇൻഫെക്ഷൻ മാറിപ്പോയി. അടുത്തിരിക്കുന്നവരോട് പറയാം, ആന്റിബയോട്ടിക് ഇല്ലാതെ ഇൻഫെക്ഷൻ മാറാം. ഹല്ലേലൂയ. ഇത് ആരുടെയും ജോൺ ഡാരി ബ്രദറിന്റെ സ്പെഷ്യൽ പ്രാർത്ഥനയൊന്നുമല്ല കേട്ടോ. ഇത് അവരുടെ കുടുംബത്തിനകത്ത് ദൈവം കൊടുത്ത വിശ്വാസമാണ്. വിശ്വാസവും അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നേ. ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്, കർത്താവേ ഇവരൊരു നല്ല ശുശ്രൂഷകനാകട്ടെ. കർത്താവേ ബ്ലസ് യു ബ്രദർ. താങ്ക് യു.